സമകാലികത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങളെ അതിനെ സംബന്ധിച്ചൊരു അറിവ് കൊടുക്കുക എന്നുള്ളത് മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു തന്ത്രമാണ്. എന്ന് വെച്ചാൽ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ ടി വിയിലൂടെയൊക്കെ ഒരു പരസ്യമൊക്കെ കൊടുത്ത് അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ചുള്ള ചെറിയ അറിവുകളൊക്കെ കൊടുത്ത് ആ സിനിമയെ ബഹുജനങ്ങൾക്കിടയിൽ അറിയിക്കുക എന്നുള്ളത് മാർക്കറ്റിംഗ് രീതിയാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൊക്കെ വ്യത്യാസം വന്നിരിക്കുകയാണ്. മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ രീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ വിവാദമുണ്ടാക്കി ആളുകളെ അറിയിക്കുക. ഇതാണ് പുതിയ മാർക്കറ്റിംഗ് തന്ത്രം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കേരളത്തിൽ റിലീസാകുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അഭിനയിച്ച, സുരേഷ് ഗോപി അഭിനയിച്ച ഒരു പടം ജാനകി ദ സ്റ്റേറ്റ് ഓഫ് കേരള, അത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സംവിധായകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഒരു പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പടം അല്ലെങ്കിൽ പടത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് സെൻസർ ബോർഡിനോട് ചോദിച്ചപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞു, ജാനകി എന്ന പേരാണ് പ്രശ്നം, ജാനകി എന്ന പേര് മാറ്റണം, ടൈറ്റിൽ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ കോടതിയിൽ വരുമ്പോൾ അത് മ്യൂട്ട് ചെയ്യണം. പിന്നെയും കുറേ കട്ടുകളൊക്കെ പറഞ്ഞു, 96 കട്ടുകൾ അതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനം ഒരു കോംപ്രമൈസിലെത്തിയിരിക്കുകയാണ്. 2 കട്ട് മതി. ജാനകി എന്നുള്ള പേരിനോടൊപ്പം ജാനകി വിയോ, വിദ്യാധരനോ വത്സനോ വിഘ്നേശനോ വനരാജനോ ഒക്കെ ഒന്ന് ചേർത്താൽ മതി, അതിന് അനുമതി കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കോമഡിയാണിത്! ജാനകി എന്ന പേര് കേരളത്തിൽ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്, ആളുകളെല്ലാവരും ഇടാറുള്ളതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ജാനകി ചേച്ചി ഉണ്ടായിരുന്നു. ആ ജാനകി ചേച്ചി എൻ്റെ കെട്ടിയവൻ വിളിച്ചുകൊണ്ടിരുന്നത് എടി ജാനകിയെ എന്നായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട്. ഇനിയിപ്പോൾ സെൻസർ ബോർഡ് മൂപ്പർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്തായാലും മരണപ്പെട്ട നന്നായില്ലെങ്കിൽ ചിലപ്പോൾ കോടതി കേസുമായിട്ട് അദ്ദേഹത്തിന് നടക്കേണ്ട വന്നേനെ. ഇല്ല, ഇപ്പോൾ തന്നെ ധാരാളം ജാനകിമാർ കേരളത്തിലുണ്ടല്ലോ, അവർക്കൊക്കെ ഈ വിഷയം ചിലപ്പോൾ വരാം. സത്യത്തിൽ ഇതൊരു അൺഹോളി പാർട്ട്ണർഷിപ്പാണ്, ഒരു അവിശുദ്ധ ബന്ധം. എന്ന് വെച്ചാൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുറുക്കു വഴി മാത്രമാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. സെൻസർ ബോർഡിലെ അംഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയുടെ സംവിധായകർ ഈ രീതിയിലൊക്കെ സംസാരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി നിലവിലില്ല, അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പബ്ലിസിറ്റി ഉണ്ടാക്കി തരണം, അതിനുവേണ്ടി നിങ്ങളുടെ അധികാരം ഒന്ന് ഉപയോഗപ്പെടുത്തണം, അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചില്ലറ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നിങ്ങളുടെ സിനിമയ്ക്ക് അനുമതി നൽകുന്നില്ല, നിങ്ങൾ കോടതിയെ സമീപിക്കുക എന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ രീതിയിൽ ഒരു വിവാദമായി കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കും, അമ്പടാ ഇതിപ്പോൾ ഭയങ്കര സംഭവമാണല്ലോ, ഒരു പേരിൻ്റെ പേരിൽ ഇത്ര വലിയ വിഷയം ഉണ്ടാക്കണം, എങ്കിൽ ഈ പടം ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് 10 പേര് പറഞ്ഞാൽ 10 കാശ് പെട്ടിയിൽ വീഴും. ഇത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന്. പണ്ട് ഉമർ ലുലുവിൻ്റെ ഒരു പടം ഇറങ്ങി, ഇപ്പോൾ അതിൻ്റെ അകത്തൊരു പാട്ടുണ്ടായിരുന്നു, മാണിക്യമലരായ പൂവി, നല്ലൊരു പാട്ടാണ്. ആ പാട്ട് വന്നതിൻ്റെ പേരിൽ ആ പടത്തിനെതിരെ പരാതി പോയി. പരാതി വന്നത് എവിടെ നിന്നാണ്? ഉത്തരേന്ത്യയിൽ നിന്ന്, ഏതോ ഒരു സംഘടന, മലയാളം പോലും അവർക്കറിയില്ല. അവർ പരാതി കൊടുത്തിരിക്കുകയാണ്, പ്രവാചക പത്നിയെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ലുലു അതിലെന്തെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ അതൊരു ട്രെൻഡായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ എമ്പുരാൻ നമുക്കറിയാം, എമ്പുരാനിലെ ആദ്യത്തെ സീൻ തന്നെ കാണിക്കുന്നത് ഗോദ്രാജ് ദീപപ്പാണ്. അതിനുശേഷമാണ് കലാപം കാണിക്കുന്നത്. കലാപം കുറച്ച് എലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലും ഈ രീതിയിൽ സംഘപരിവാർ സംഘടനകൾക്കൊക്കെ വല്ലതും കിട്ടിക്കാണും. എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ജനങ്ങളെ അറിയിക്കുന്ന രീതിയിൽ 10 കാശുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സംഭവം ഒന്ന് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതാണ് സംഭവം എന്നെനിക്ക് തോന്നുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജാനകി ദ സ്റ്റേറ്റ് ഓഫ് കേരള ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ അനുമതി നിഷേധിക്കുകയും അത് കോടതിയിലേക്ക് കൊണ്ടുവരികയും പൊതുജനങ്ങളുടെ മുമ്പിൽ അത് വലിയ വിവാദമാക്കി മാറ്റുകയും അങ്ങനെ 10 പേര് കാണാൻ പര്യാപ്തമാവുന്ന വിധത്തിലുള്ള ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കുകയും അത് പ്രകാരം 10 കാശ് പോക്കറ്റിൽ വീഴുകയും ചെയ്യുന്ന ഏറ്റവും തരംതാണ ചീപ്പായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണിതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, 2 കെട്ട് മാത്രം മതി, ആ 2 കെട്ട് മാത്രം മതി. അത് പ്രകാരം
ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് അനുമതി കൊടുക്കാം, ജാനകി വീണാക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നിലപാട്. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരു വിവാദപരമായിട്ടുള്ള വിഷയങ്ങളല്ല, ഒരു ചീപ്പ് പബ്ലിസിറ്റി പ്രോഗ്രാം മാത്രമാണ്. കാരണം എങ്ങനെയും 10 കാശ് പോക്കറ്റിൽ വീഴ്ത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം മാത്രമാണിത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ നമുക്കിപ്പം സോക്കോൾഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഇത് തന്നെയാണ്. അത് ഒരു വളരെ വില കുറഞ്ഞ ചീപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.